ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് തേങ്ങ വറുത്തരച്ച ബീഫ് കറിയാണ്. നാടൻ രീതിയിലാണ് ഇത് ഞാൻ ചെയ്തെടുക്കുന്നത്. വിരുന്നുകാരെയൊക്കെ സൽക്കരിക്കാനായിട്ട് പറ്റിയ കറി കൂടിയാണിത്. ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: 2 വലിയ നേന്ത്രക്കായ, ഒരു വലിയ തക്കാളി നന്നായിട്ട് പഴുത്തത്, പിന്നെ ഇതുപോലെയുള്ളൊരു തേങ്ങ, അതായത് പകുതി മുറി കൊത്തായിട്ട് ഇതിൽ ചേർക്കാനും പകുതി മുറി വറുത്തരയ്ക്കാനും ഉള്ളതാണിത്. പിന്നെ ഇതിലേക്ക് ഒരു 20 അല്ലി വെളുത്തുള്ളിയും ഒരു വലിയ പീസ് ഇഞ്ചിയും വേണം. 5 പച്ചമുളക്, ഒരു തണ്ട് വേപ്പില, അതായത് പച്ചമുളക് എടുക്കുമ്പോൾ 5-6 എടുക്കാം കേട്ടോ. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ 4 മീഡിയം സൈസ് സവാള. പിന്നെ ഇതിലേക്ക് ആവശ്യമായ പൊടികൾ: 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മസാലപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി ചെറുതായി കട്ട് ചെയ്ത ബീഫ് പീസുകളാണ്. പിന്നെ നമ്മൾക്ക് വേണ്ടത് ഒരു 6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്. നാടൻ കറി ആയതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. സാധാരണ വേവിക്കുന്നതിനേക്കാൾ അല്പം കുറച്ച് വേണം ബീഫ് വേവിച്ചെടുക്കാൻ. അതായത് ഒരു വിസിൽ കുറച്ച് കളിപ്പിച്ചാൽ മതി. പിന്നീട് നമുക്കിത് കായ്ക്കപ്പോൾ ഒന്നുകൂടെ വേവിച്ചെടുക്കേണ്ടതാണ്. ഇതിലേക്ക് നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയിൽ നിന്നും പകുതി പോർഷൻ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മസാലപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയും ആവശ്യത്തിന് ഉപ്പും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് യോജിപ്പിച്ചെടുക്കും. ഇത് വേകുമ്പോഴത്തേക്കും നമുക്ക് മറ്റുള്ള ഐറ്റംസ് കട്ട് ചെയ്തെടുക്കാം. എടുത്തു വച്ചിരിക്കുന്ന സവാള നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതൊക്കെ ഒട്ടുമിക്കവർക്ക് അറിയാൻ പറ്റും, എന്നാലും ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. ഇനി നമുക്കിവിടെ കായ കട്ട് ചെയ്യാം. ചില ആളുകൾ കായയുടെ സൈഡ് പരിപ്പ് മാത്രമേ കളയാറുള്ളൂ. ഞാനിവിടെ തൊലി ഫുള്ളും കളയുന്നുണ്ട്. തൊലി ഇഷ്ടമുള്ളവർക്ക് കായയുടെ തൊലി കളയാതെ തന്നെ ഉപയോഗിക്കാം. തക്കാളി 4ആയിട്ട് മുറിച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം. അതുപോലെ തന്നെ പച്ചമുളക് കോണോട് കോൺ ആയിട്ട് അരിഞ്ഞ് വയ്ക്കാം. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്ത് വയ്ക്കാം. അരപ്പ് തയ്യാറാക്കാം. അതിനാവശ്യമായിട്ടുള്ള അരമുറി തേങ്ങ, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ കുരുമുളക്, ഒരു തണ്ട് വേപ്പില, പിന്നെ ഇത് ലാസ്റ്റ് വറുത്ത് ചേർക്കാനുള്ള ഉണക്കമുളകാണ്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കാം. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ടോടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കരിഞ്ഞു പോവാതെ നന്നായിട്ട് മൂക്കുന്നത് വരെ, അതായത് കരിഞ്ഞു പോവാതെ തന്നെ നല്ല കളറാവണം, അതുവരെ നമുക്കിതൊന്ന് വറുത്ത് കോരിയെടുക്കാം. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ചെറിയ ജാറിലിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കാം. ആ പേസ്റ്റാണിത്. ഇനി ഒരു കല അടുപ്പിൽ വെച്ച്, കലം ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത് ഈ ഒരു കറിക്ക്. അതിലേക്ക് ചൂടാകുമ്പോൾ അതിലേക്ക് ബാക്കിയുള്ള വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും വേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കാം.
ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഒരുവിധം ഒന്ന് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കൊത്തി വച്ചിരിക്കുന്ന തേങ്ങാ കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുക്കാം. സവാള നല്ലതുപോലെ വഴന്നു വരുമ്പോൾ അതിലേക്ക് തക്കാളി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഇതുപോലെ തന്നെ നന്നായിട്ട് വെന്ത് വഴന്നു വരണം. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ബാക്കിയുള്ള പൊടിയൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കളറ് നന്നായിട്ട് മാറുന്നത് വരെ ഇളക്കി നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ, അതായത് ഈ ഒരു കളറായിരിക്കും നമ്മുടെ കറിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നാലോ ഗ്ലാസ് ചൂടുവെള്ളം തന്നെ ഇതിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് ചൂടായി തിളച്ച് വരുമ്പോഴത്തേക്കും, ആദ്യം വെട്ടി തിളക്കണ്ട, അതിന് മുന്നേ തന്നെ നമുക്കിതിലേക്ക് കായ കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ബീഫ് കഷ്ണങ്ങളും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതായത് ഒന്നുകൂടി ബീഫ് വേവണമല്ലോ. അപ്പോൾ ഈ കായലും കൂടി കിടന്ന് ബീഫ് ഒന്നുകൂടെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് നെയ്യൊക്കെ തിരിഞ്ഞ് കറി ശരിയായാൽ മാത്രം മതി. ഇതുപോലെ നെയ്യൊക്കെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് വരണം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് വറ്റൽമുളകും വേപ്പിലയും കൂടി ഒന്ന് ചെറുതായിട്ട് വറുത്തതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ സൂപ്പർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. എപ്പോഴും പറയുന്നത് പോലെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഓൾ.